പിന്നെ സുഖം അണ്ണ എത്ര നാളെയാണ് കണ്ടിട്ട്? നിന്നെ എത്ര നാളെയാടാ കണ്ടിട്ട്? ഞാൻ ഇവിടെ വരാറില്ല. ഞാനും ഇവിടെ വരാറില്ല, വല്ലപ്പോഴും വരാറുള്ളു. ആണല്ലേ അണ്ണ, അപ്പൊ കാണാൻ പറ്റുമോ ഒന്ന് എപ്പോഴേലും ഒന്ന് എടാ ഈ അടുത്ത്? ഇപ്പൊ നമ്മളൊരു പരിപാടിക്ക് പൊക്കോണ്ടിരിക്കുക, ഒരു പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് പൊക്കോണ്ടിരിക്കുക. ആരും അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ, എന്താ മില്ലറ്റ് മോഹനൻ, പുള്ളിയുടെ പെണ്ണ് കാണല. അപ്പൊ അതിനു വേണ്ടി പോകണം. ഓക്കെ ഓക്കെ, അപ്പൊ അണ്ണ അത് എന്റെ ഒന്ന് വിളിക്കോ? വിളിക്കാം ഉറപ്പായിട്ടും. അണ്ണന്റെ കൂട്ടിട്ട് മറ്റേ കണ്ണാപ്പിയില്ലേ, അതിന് 15 കോടി ഒന്ന് തട്ടിയിട്ടായിരുന്നു. കണ്ണാപ്പി അല്ലേ? കണ്ണാപ്പിയും കണ്ണാപ്പി. എങ്ങനെയാണോ അവൻ തട്ടിയെടുത്തത്? ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് പറയോ? അതായത് ഒരു എയറോപ്ലെയിൻ സെയിൽ, ഫ്ലൈറ്റ് യാത്ര. എടാ അവന്റെ ആരെങ്കിലും എന്തെങ്കിലും മേടിക്കൂടാ? നിനക്ക് എങ്ങനെ? അവൻ കള്ളനാണെന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇവനൊക്കെ പൈസ എനിക്കറിയാം. പക്ഷെ അണ്ണ കണ്ണാപ്പിയുടെ ഒരു പെണ്ണുണ്ടായിരുന്നു, അപ്പൊ ഞാൻ വിശ്വസിച്ച് അങ്ങ് കൊടുത്തല്ലേ? അപ്പൊ അനുഭവിച്ചോ നീ? വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. കാണാൻ പറ്റും എപ്പോഴും ഇത് കഴിഞ്ഞിട്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാന്ന് നിന്നെ. ശരി ശരി. ശരി. ഓക്കെ. കില്ലാടി അപ്പൂസ്. കില്ലാടി കക്കൂസ്. കില്ലാടി കക്കൂസ് അല്ലടാ, കില്ലാടി അപ്പൂസ്. എടാ മിസ്റ്റർ എക്സ് നമ്പർ ഡ്രോപ്പ് ചെയ്തോ കേട്ടോ. എടാ ഇങ്ങോട്ട് വന്നേ. എടാ ബാസ് ഇങ്ങോട്ട് വന്ന്. മിസ്റ്റർ എക്സ് യെല്ലോ പേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇട്ടെ. ടിവിഎ ഫാമിലി പ്ലീസ് ഡ്രോപ്പ് നമ്പർ ഇൻ യെല്ലോ പേജ്. ഓക്കേ. ചന്ദ്രൻ അടുത്ത് നിന്ന് ഒപ്പിച്ചു കാണും. ചന്ദ്രൻ ഇവിടെ നിൽക്കുമല്ലേ? യെല്ലോ പേജ് ഇതാണോ? പിക് ചാറ്റ് ആണോ യെല്ലോ പേജ്? അല്ലല്ല പേജസ്. ഓ, രണ്ടെണ്ണം ഒരുമിച്ച് ഇൻസ്റ്റാൾ ആയി അറിയാതെ. രണ്ടാപ്പ് ഭയങ്കര ഡിലേ ആട്ടാ, ഭയങ്കര ലാഗ്. ഇത് എടാ ഞാനൊരു വണ്ടിക്കകത്ത് കയറി ഇരിക്കാവേ, ഞാനൊരു സാധനം കളക്ട് ചെയ്തിട്ട് വരാം. പിക്കപ്പ് ചെയ്യാ 15 Pro Max ആ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും 13 Pro Max ന്റെ ലെഗസി, 13 Pro Max ന്റെ ലെഗസി ഒന്നും അങ്ങനെ പോകൂല. ദ ബെസ്റ്റ് എവർ ഐഫോൺ എവർ ദ ബെസ്റ്റ് എവർ ഫോൺ എവർ. 13 Pro Max ഉള്ളവർക്ക് അറിയാം, അതിന്റെ അത്രയും കിടല ഒരു ഫോൺ വേറെ ഐഫോൺ ഇറക്കിയിട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ റിഗ്രറ്റ് ചെയ്യണത് ഞാൻ അത് കൊടുത്തതില്ല. ഞാനത് ആർക്കോ കൊടുത്ത്. ഹലോ, പറയടാ. വിഷമമുണ്ടോ? എന്തിന്? ജോക്കി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു തരുമോ? ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല അല്ല, കല്യാണം ഇല്ലെന്ന്. ആർക്കും അപ്പം അണ്ണന് കല്യാണം വേണ്ട? ഒരുപാട് ആഗ്രഹിച്ച പല കല്യാണങ്ങളുണ്ട്. ഹലോ. Yeah, Mr. Wasu. Yes. Yeah, myself KK from Mr. X. Hey KK, how are you KK? വിളിക്കുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞാൻ കേക്ക് വേണ്ടി ഞാൻ ഓർത്ത് കേക്ക് ആയിരിക്കത്തില്ല, ഞാൻ ഓർത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും ഡ്യൂട്ടിയിൽ. കാരണം കേക്ക് ഞാനന്ന് നമ്പർ തന്നായിരുന്നല്ലോ. ചന്ദ്ര കിടിലും. എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ. ഇവിടെ എന്ത് ലുക്ക്, ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ നിനക്ക്? ഷൂ ഒഴിച്ച് ബാക്കി എല്ലാം കൊള്ളാളിയാ. ഞാൻ അപ്പഴേ പറഞ്ഞ ലോഫർ ഇടാൻ. ചെരുപ്പില്ല വീട്ടിലോട്ട് കീറില്ല. കീരിലുണ്ടോ ഇവിടെ? പണ്ട് ഗോവല് പോയി പണ്ട് ഓർമ്മയുണ്ടോ അവങ്ങനെ ഷൂട്ട് ഇട്ടിരുന്നത്? 5000 പറ്റിയോട് പറയരുത് കേട്ടാ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ അവൻ ഇടിക്കും ഇവിടെ ഇട്ട്. അവൻ ചിരിച്ച മോനടക്കാതോ അവിടെ നിൽക്കുന്ന കേട്ടോ. എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി. ഞങ്ങളിതാ ഇവിടെ എല്ലാം റെഡി. ഞങ്ങളിവിടെ ചെറുക്കനെ ഒരുക്കി എല്ലാം സെറ്റ് ആക്കി കേട്ടാ. ഓക്കെ പെരുമ കിട്ടി കൊടുക്കും. ഹലോ ഹലോ പെരിയമ്മ ഇവള. ഹലോ, കേക്കോ? ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. അപ്പം ഈ ചന്ത വർത്താനം അവിടെ ദയവ് ചെയ്ത് ഇന്ന് തൽക്കാലം ഒരു ദിവസത്തേക്ക് എന്നോടുള്ള ശത്രുതയൊക്കെ മറന്ന് വേണം ബിഹേവ് ചെയ്യാൻ. ദയവ് ചെയ്ത് നല്ലൊരു ദിവസമാണ്.
ഞങ്ങളെ ഒരു കുടുംബക്കാര് മൊത്തം ഇവിടെ ഉണ്ട് നിൽപ്പുണ്ട്. നമ്മളൊരു തറവാട്ടുകാരാണേ. അപ്പം നിങ്ങളുടെ തറവാടിന്റെ പേരെന്താണ്? വെച്ചിട്ട് വേണം. തറവാടിന്റെ പേര് എലിയില്ല. അപ്പം നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ വകയിലുള്ള പിള്ളേരൊക്കെ. അപ്പൊ ആ പെൺപിള്ളേരടുത്തൊന്നും കൊഴുത്തരൊന്നും കാണിക്കരുത്. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എന്റെ പൊന്നു സാറ ഇങ്ങോട്ട് വരാൻ. എനിക്കതിന്റെ ആവശ്യകതയില്ല. എനിക്കതിന്റെ മനസ്സിലായ? അതെ മനസ്സിലായി സാറേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ദയവ് ഇത് ഒരു നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. അവിടെ വെച്ച് വെറുതെ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് സംസാരിച്ചിതാക്കരുത്. അല്ല മിസ്റ്റർ പരന്തുവാസ്, നിങ്ങളുടെ ഈഗോയും കൂടെ കളഞ്ഞിട്ട് വേണം നമ്മ എടുത്തോണ്ട്. എനിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പൊ എനിക്കില്ല മിസ്റ്റർ. അപ്പൊ അത് മറക്കാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് മറന്നു മിസ്റ്റർ പരന്തുവാസ്. അവിടെ ഇല്ലത്ത് കാണാം. എടാ സ്പീക്കർ ഒന്ന് മാറ്റൂടാ. ഇനി ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് പെരിയമ്മാവ് കിട്ട ഈ ഫോൺ കൊടുത്താൽ നിന്റെ മുട്ടുകാലി എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഷീ സ്റ്റിൽ ലവ്സ് മീ. എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയല്ല. ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ. എടാ വാ എല്ലാരും വാ. എടാ ഇല്ല എടാ ഒരു ഗരാജിൽ പോണല്ലോ. ചന്ദ്രന് ജോക്കിക്ക് ഇരിക്കാൻ എനിക്കൊരു നല്ല വണ്ടി എടുക്കണം. വാ, 2 വണ്ടി എടുക്കണം. വാ മസ്താങ് എടുക്കണം. മസ്താങ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ചന്ദ്രൻ എന്റെ മസ്താങ്ങി വന്നാൽ മതി കേട്ടോ. ഞാനും ജോക്കിയും വേറൊരു വണ്ടി എടുക്കാം. എന്നിട്ട് ചന്ദ്രന് ഒരാളെ ഡ്രൈവർ കൂടെ വേണം. ചന്ദ്രന് കറക്റ്റ് ഡോറൊക്കെ തുറന്നു കൊടുക്കണം, കുട എടുത്ത് പിടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. അറിഞ്ഞു ചെയ്തോണേ. ലേറ്റോ ലാസ്റ്റ് ആയപ്പോ വന്നു. പെട്ടെന്ന് വരുമോ? ഇനി നിങ്ങളൊക്കെ 1/2 നിക്കണോ? നമ്മള് കോട്ടിടണ. എടാ ഗരാജിന്റെ ലൊക്കേഷൻ പറഞ്ഞോ. പുള്ളിയെടുത്ത് അങ്ങോട്ട് വരാൻ പറ. നമ്മള് കോട്ടിടണ. നാടൻപട്ടിക്ക് ഷൂസ് ഉള്ളതിട്ടോണ്ട് വാടാ. ഫോൺ കുറച്ച് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫോൺ കാരണം ഭയങ്കര ശല്യമാണ്. ചന്ദ്ര, ഞാൻ ജോക്കി, നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു കാരണവര് വേണ്ട ജോക്കി. നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് അങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തി തന്നാ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇവിടെ അറേഞ്ച് ചെയ്യണേ. ഇതിന്റെ പുറകിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിനകത്ത് നീ പ്രസവം കഴിഞ്ഞ പശുവിന്റെ അവിടെ നടക്കണം. പിന്നെ ദേഷ്യം വരില്ലേ ജോക്കി? പിന്നെ ഗരാജാണോ ഇത്? ഗരാജാണോ? ഇല്ല ഞാൻ വേറെ നല്ല വണ്ടി എടുത്തു തരാം നിനക്ക്. കിടില വണ്ടിയാണോ? ഇതിനൊക്കെ കിടില വണ്ടി ഇല്ലടാ. നീ ഇതിനകത്തോട് കേറിയടാ ചന്ദ്ര. എടാ ഇതിന്റെ ഡ്രൈവർ ആരാ? വണ്ടി എടുത്ത ഒരു വണ്ടി എടുക്കാവേ. വേറെ ഏതായിരുന്നു? ബ്രോങ്കോ എടുക്കണം. കൊടയാ? എടാ കൊടയൊന്നും വേണ്ട. ഇവരെന്തിടെ ഉത്സവത്തിനോടൊന്നും ആനയൊന്നും അല്ലല്ലോ. പയ്യ മതി. ഇതൊക്കെ എന്താണ് ഇതൊക്കെ? ഇതൊക്കെ ഇങ്ങോട്ട് കേറി. വണ്ടി ഒന്ന് കഴിയണമായിരുന്നല്ലോ. എന്തിന്? എടാ നമ്മളെ പവർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റോ ആയിട്ട് നടക്കുന്നേ, മനസ്സിലായോ? ചന്ദ്രൻ കുളിച്ചിട്ടില്ലല്ലോ. കുളിക്കാതെ പെണ്ണ് കാണുമ്പോ ആദ്യത്തെ മനുഷ്യൻ ഞങ്ങളുടെ വണ്ടി ഫ്രണ്ടിൽ ആ ഗ്യാങ് വണ്ടി ഞാൻ ലോക്ക് ചെയ്തേ. എടാ ഒരു വണ്ടിയുടെ എടുത്തു തരാടാ. സൗണ്ട് കേട്ടോ, സൗണ്ട്. എടാ ഇന്നലെ ഗ്യാങ് വണ്ടി വേണ്ട. ഗ്യാങ് വണ്ടി മാറ്റിട്ട് അത് സൈഡ് ആക്കുക. ഞാൻ വേണം ഒരു വണ്ടി എടുത്തു തരാം. പെണ്ണ് കാണാൻ എന്റെ കയ്യിലുള്ള എല്ലാ പൈസയും പോയി. പെണ്ണ് കാണല്ലോ ഓട്ടോസ്റ്റോ. ഇത് അത് നമ്മൾ അങ്ങനെ ആണല്ലോ. ആരാടാ
എന്തുവാടാ ഇതൊക്കെ? കുഴപ്പമില്ല ചോദിക്കും, നമ്മൾ നല്ല കാര്യത്തിന് പോയല്ലേ ബ്രോ. ഞാൻ എന്റെ മിസ്റ്റേക്കാ, ഞാൻ അറിയാതെ വണ്ടി എടുത്ത് വരലോട്ട് വെച്ചാ രണ്ട് സൈഡ് നോക്കാതെ. ഇല്ല ബ്രോ, ഇത് എന്റെ മിസ്റ്റേക്കാ. ഇത് എന്റെ മിസ്റ്റേക്കാണ്. പറഞ്ഞില്ലേ, ഇത് എന്റെ മിസ്റ്റേക്കാണിത്. ഇത് ഞാനാണ് മിസ്റ്റേക്ക് വരുത്തിയത്. ഇത് ഞാനാണ് മിസ്റ്റേക്ക് വരുത്തിയത്. ഞാൻ രണ്ട് സൈഡ് നോക്കാതെ വണ്ടി ഇറക്കി വെച്ചത്. ആ ചന്ദ്രൻ വരും. ഞങ്ങക്ക് സമയമില്ല, മാറിക്കണം. എന്റെ മിസ്റ്റേക്ക് ആണോ അത് ചന്ദ്ര? എന്തൊക്കെ എടാ പയ്യ പോയ ചന്ദ്ര. ആ ചന്ദ്ര, എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവൂലേ? എടാ ഞാൻ നിന്നെ മോനെ പോലുള്ള വളർത്തി ഇത്ര നാള്. ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഈ സിറ്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം. പിന്നല്ല നോക്കി, പിന്നല്ലാതെ എടാ ഞാൻ നിന്നെ അവസാനത്തെ അതൊക്കെ ചോദ്യം ചെയ്യണോ ചന്ദ്ര? ഈ അവസരത്തിൽ അതൊക്കെ ചോദ്യം ചെയ്യണോ? പയ്യെ വന്നാ മതി, പയ്യെ പോയാ മതി, പയ്യെ വന്നാ മതി, പയ്യെ. എടാ പയ്യെ വാടാ, പുറയിലുള്ളമാര് പയ്യെ. ഇവരല്ല കാട്ടുമുക്കിലാണോ താമസം? കുടുംബമൊക്കെ അന്വേഷിച്ചായിരുന്നു. ഈ കുടുംബ വീടുകളൊക്കെ കുറച്ച് ഉള്ളിലോട്ടല്ലേ? ഞാൻ അറിഞ്ഞത് പെണ്ണിന് 3 തന്തമാരുണ്ടെന്നാ. ഇങ്ങനെയൊക്കെ പറയുന്നേ. ചന്ദ്രനെ ആലോചിച്ചിട്ട് മാത്രം. റിപ്പയർ ചെയ്യണമെങ്കിൽ ഓ അവിടെ റിപ്പയർ ചെയ്യാൻ അടി. എനിക്ക് വീണ്ടും പിങ് ആയെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. എടാ എന്താ അപ്പുക്കുട്ട കല്യാണ നീ നമ്മളോട് കാണുമെന്ന് കേറി. ഇല്ല ജോക്കി പഴഞ്ചനാവല്ലേ ജോക്കി? വണ്ടി എന്തോ കേട്ടില്ല. എടാ ചന്ദ്ര, നീ ആ വണ്ടിക്കകത്ത് കുറച്ചേരം അടങ്ങിയിരുന്നേ. നിന്നെ ഞങ്ങൾ എത്തിച്ചോളാം. നിന്റെ മറ്റേ കുറുമ്പൊന്നും ഇന്ന് വേണ്ട. ഇന്ന് നീ മെയിൻ റോൾ അല്ല, മാറിക്ക്. കുറച്ച് കഴിയുമ്പോ നിനക്ക് മെയിൻ റോൾ ആക്കി തരാം. 17.3K വാച്ചിങ് ദ സ്ട്രീം. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യല്ല, ഡൂയിങ് അത് ചെയ്ത് പുള്ളിയണ സാധനമാണ്, മനസ്സിലായ? ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഗൈസ്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. എടാ റെഡിയല്ലേ? പോവാം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. വാ ചന്ദ്ര കേറിയില്ലേ? ഇതിന്റെ ഇടയിലൊരു നാട്ടു വർത്താനം. കോഴിപ്പണിക്ക് പോകാൻ ബ്രോ ഒന്ന് സ്കൈഡാർസ്. നീ എടാ എവിടാടാ ലേറ്റ് ആയോടാ മന്ദാരവേ? എടാ ഗോഡ് ഫാദർ പറഞ്ഞില്ലടാ ഇന്ന് വരണോന്ന്. ഇപ്പൊ അതാ ട്രെൻഡ് നോക്കി, ഗോഡ് ഫാദർ എന്ന് പറയണ ഇടയ്ക്ക്. ഫ്രണ്ടിനൊപ്പം എന്നാണല്ലോ. അതെ, ഗോഡ് ഫാദറിനൊപ്പം. അമ്പലത്തിൽ തുലാഭാരം എടുക്കണോ അവനെ കൊണ്ടുപോകുന്നത്? അമ്പലം അല്ല. ചിന്നപ്പയ്യ തമ്പിങ്കളാ, ഗേറ്റ് തുറക്കടാ. പയ്യനെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ്. ഏതോ കച്ചറ കുടുംബം കേട്ടോ.
അപ്പൂപ്പനെ പെണ്ണ് കാണാൻ വന്നപ്പെട്ട പാട്ടാണ് ഇപ്പൊ എഴുതുന്നത്. എന്താടാ ഇതൊക്കെ? നമ്മളെ നല്ല കുടുംബത്തിലോട്ട് തന്നെ നമ്മുടെ പയ്യനെ അയക്കുന്നത്. പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ല. കടലിന്റെ മുകളിലെ കല്ലിലെ കാണാൻ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേറെ വരാൻ നോക്കൂ. നിർത്തിയാണ് മോനെ. MG സൂപ്പർ മെസ്സി നല്ല സത്യമല്ലേ? എന്തോരം പാട്ടാണ് അങ്ങേർക്ക്. ഇങ്ങോട്ടോ ഇങ്ങോട്ട് കണ്ണു കാണാനും വയ്യ. അങ്ങനെ കാണിക്കുന്നുണ്ടോ? ഞങ്ങളല്ല അണ്ണു ആണ് ശബ്ദം ഉണ്ടാക്കുന്ന. അണ്ണു മതിലാടി ഓടി ഓടി പറമ്പൊഴി. കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വരുന്നു ജോക്കി എവിടെ പോവാ? ജോക്കി ഞാൻ കൊല്ലും കേട്ടോ. പണ്ട് അവനെ ഫ്രണ്ട് ഇതിന് മാത്രം കോട ഇവിടെ ഇത് തുറക്കാനായിട്ട് വരിവരിയായിട്ട് വാടേ, വരിവരിയായിട്ട് സെലക്ട് ചെയ്യണ്ട കൊറേ ഉണ്ടല്ലോ. കളക്ഷൻ കുറവാണ്. ഡാഡി നമസ്കാരം 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 നമസ്തേ 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 നമസ്കാരം. ചേട്ടന്മാരല്ലേ? ഓ എല്ലാ ചേട്ടന്മാരാണ്. ഓരോരുത്തരെ അങ്ങോട്ട് ഇല്ലത്ത് കേറിയിട്ട് പരിചയപ്പെടുത്താം. ചെറുത് ഇങ്ങോട്ട് വാടക തൊഴിലോട്ടിരിക്കുക. ഹലോ എന്നെ ഒരു കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നേക്ക്. നിൽക്കാതെ വന്നിരിക്കുക. ഈ ഡ്രസ്സില്ല, ഈ കളറില്ല, ഈ കളറില്ല, ഈ കളറില്ല. നമ്മള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാരും ഇരിക്കണേ. എന്റെ പേര് ജോൺ. ഇതാണ് നിങ്ങളുടെ എല്ലാം ഇവരുടെ എല്ലാം. അതെ ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന നാഥനാണ്. വലിയൊരു കുടുംബമാണ്. ഞങ്ങളൊരു 10-42 പേരോളം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. എഴുതുന്നുണ്ട്. കത്തിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു മോനെയും പറ്റിയും കുടുംബത്തെ പറ്റിയും. അച്ഛനായിട്ട് വരും അലീനയുടെ അച്ഛൻ. ഓ ടു യങ് യുനോ. നിങ്ങളുടെ ഒരേ പ്രായമാണ് സെയിം ഏജ്. കണ്ടാ പ്രായം തോന്നിക്കത്തില്ലേ? നമ്മുടെ പിന്മുറക്കാർ, നമ്മുടെ നിങ്ങളുടെ പിന്മുറക്കല്ല, നിങ്ങളുടെ പിന്മുറക്കാർ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ നമ്മുടെ പിന്മുറക്കാർക്ക് വെട്ടിപ്പിടിക്കാൻ പോയി. അതാണ് മനസ്സിലായത്. അതെ അതെ അതെ. നമുക്ക് ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാം. വരുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കാം, അപ്പുറത്ത് വന്നിരിക്കാം. അല്ല ഇവിടെ
ആ അവിടെ ഇരുന്നു കുഴപ്പമില്ല. ഡാഡി എനിക്കത് കേൾക്കുമ്പോ വിഷമം വരുന്ന കൈ ശരിക്കും. ഡാഡി That's so emotional. കളവനെ എല്ലാവരുടെയും കുടുംബക്കാരാണ് ഈ നിരന്ന് നിൽക്കുന്നത്. എന്റെ അലീനയുടെ ഒക്കെ ബാക്കിലൊക്കെ നിരന്ന് നിൽക്കുന്ന എന്തിന് ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തി Shout അല്ല ആദ്യം നമ്മളെ കുടുംബക്കാരെ എല്ലാരും പരിചയപ്പെടുത്താം, എന്നിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയാൽ. അതെ 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 ഞാൻ ചേച്ചിയുടെ മാമന്റെ ഹായ് ലക്ഷ്മി. അങ്ങനെ ഇപ്പൊ സിംഗിളാണ്. കുട്ടി അതിന്റെ ആവശ്യമൊന്നുമില്ല, പേര് പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. പേരാ ബന്ധം. ഞാൻ മാമന്റെ മോള് ചേച്ചിയുടെ ഇനി അടുത്താള് ഇതല്ല നമ്മളെ പെണ്ണാണെന്നെ വന്നേ. എനിക്ക് മനസ്സിലാവും. കുടുംബക്കാരെല്ലാം പരിചയപ്പെടുന്ന ചന്ദ്ര ധൃതി ചന്ദ്ര കാണുന്നല്ലേ? ഞാൻ അലീന ചേച്ചിയുടെ അമ്മായിയുടെ മോനാണ്. അമ്മയുടെ മോനാണ്. അമ്മയുടെ മോന്റെ പേരെന്താ? അപ്പു. ഓക്കെ. എന്റെ വൈഫാണ് മീന. ഓ അപ്പൻ മീനു. ഓ ഹായ് മീനു. മീനോ? ഞാൻ വിചാരിച്ച അപ്പു മീനു വന്ന്. അപ്പോ മീനു ഒരു പേര്. എന്നാ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ബാക്കിയുള്ളവർക്ക് പേര് വിലാസമൊന്നും ഇല്ലേ? അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തരാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വാസവണ്ണനെ ക്ഷണിക്കും. വാസവണ്ണ ഞങ്ങളെ എല്ലാരെയും പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു സെക്കൻഡ്. നമ്മൾ ഞാനും കയറുന്നു. എന്റെ വീണ്ടും ആ ബട്ടൺ വർക്ക് ആവുന്നില്ലേ? ഇവിടുത്തെ റേഡിയോ ഇവിടുത്തെ വാസവണ്ണ വീണ്ടും ഈ മോനത്തിൽ സംസാരിക്കുന്നുണ്ടോ? മോനൊന്നും സംസാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അല്ല ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാം. ഓക്കെ. നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തില് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം ഇത് നമ്മള് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. കാരണം ഒത്തിരി പേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറിയില്ല. മിനിമൽ ഫംഗ്ഷൻ ആയിട്ട് നടക്കും. കുടുംബക്കാരാണ്. നമുക്ക് ഒരുപാട് സ്ഥലവും ഒരുപാട് ഫുഡും ഒക്കെ ഉണ്ട്. ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മള് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കനെയും പയ്യന്റെയും മനസ്സിലായി. കുറച്ച് സമയം എടുക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വലത്തുനിന്ന് തുടങ്ങാം. ഇത് ജോക്കി, ടി.വി. ജോക്കി നമ്മുടെ എല്ലാമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ കാരണം പുള്ളിയാണ്, വലിയേട്ടൻ. അതെ, ഇത് ചന്ദ്രനെ പിന്നെ പരിചയപ്പെടുത്തുന്നല്ലോ നമ്മുടെ കല്യാണ. അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ മോബി. നന്നായി വരട്ടെ. ഈ വിനയമാണ് ഇവരിൽ കണ്ട ക്വാളിറ്റി. നമ്മൾ പയ്യന്മാരെ വളർത്തിയേക്കുന്ന അങ്ങനെ. കാണാനുണ്ട്. ആ കുട്ടി വന്ന് എന്റെ കാലിലൊന്നും പിടിച്ചോ? ഇല്ല, അതാണ് വളർത്തുദോഷം. ഇവിടെ ഉണ്ടായ ബന്ധുക്കളായോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് അത് മോബി. പിന്നെ അതിന്റെ അപ്പുറത്ത് അടുത്താള് വന്നാണ് ഇത് ഏബല്. ഇത് ഏബല്. അടുത്തത് അപ്പുക്കുട്ട ഒന്ന് വന്നേ. ഹലോ. അപ്പാപ്പനല്ല മോനെ, ഡാഡി എന്ന് വിളിച്ചു. എനിക്കതാ ഇഷ്ടം. ഞാനും ഡാഡിന്ന് വിളിച്ചോട്ടെ. അയ്യോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡാഡി ആയല്ലോ. ഒരു കല്യാണത്തോടെ ഒരു ഡാഡിനെ കിട്ടിയല്ലോ എല്ലാവർക്കും കൂടി. ഡാഡിയാണല്ലേ വിളിച്ചോ മോനെ. അച്ഛൻ കേക്കട്ടെ. ഓക്കെ ഡാഡി. പിന്നെ ഈ കണ്ണാടി വെച്ച് ഇത് ജുഗുറു. പിന്നെ ഡാഡി ഇത് കില്ലുവ സാബു. വെറൈറ്റി പേരാണല്ലോ അത്. പിന്നെ ഡാഡി ലാസ്റ്റ് രണ്ടാമതിരിക്കുന്നത് കിരിക്കാടൻ ജോസ്. നമ്മുടെ തലമൂത്ത ആളാണ്. നമ്മുടെ അണ്ണു കഴിഞ്ഞിട്ട് അതിന് അടുത്ത് അസ്ഥികയിൽ വരുന്ന ഒരാളാണ്. നാട്ടിലൊരു കീരിക്കാടനുണ്ടേ, പെണ്ണുപിടി. ഇത് അതുപോലത്തെ വേറൊരു പെണ്ണുപിടിയാണ്. ഡാഡി വിളിക്കുന്നില്ലേ? മമ്മി
മമ്മിയില്ല മമ്മിയില്ല മമ്മിയെ പറ്റി അയ്യോ മമ്മിയെ പറ്റി അയ്യോ മമ്മിയെ പറ്റി ചോദിക്കല്ലേ? സംസാരിക്കല്ലേ അത് മമ്മി ഇല്ലേ? അയ്യോ അല്ല നല്ലൊരു ദിവസം ഞങ്ങൾ ചോദിച്ച് ഇതാക്കുന്നില്ല മമ്മി കേട്ടോ. ഒന്നും ഒരു മോളിലൊക്കെ നല്ലൊരു പ്രശ്നം ദിവസമായിട്ട് ഉണ്ടാക്കുക. ആ നമുക്ക് എന്നാ ഒരാളുകൂടെ അത് മെസ് ബോയ് നോക്കൂ അവസാനത്തത്. ഇവിടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇവിടെ ഇവിടെ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത് മന്ദാരം. അതിന്റെ ഇപ്പുറത്തത് മുച്ചിരി. മുച്ചിരി ഡാഡിയുടെ അടുത്തൊരു ഹലോ പറയൂ. ഇതറിയാ ഇന്നലെ എന്നെ ഉപ്പാന്ന് വിളിക്കാൻ പറഞ്ഞാല് ഉപ്പാന്നല്ലേ ഞാൻ പരിചയപ്പെട്ടെന്നല്ലേ? ഇന്നലെ ഉപ്പ വിളിക്കാൻ പറഞ്ഞ അതാണ് മുച്ചിരി. മൂത്തടത്തുകാർ സംസാരിക്കണം. ഇല്ല മൂത്തര് ബഹുമാനിക്കും. ഒരു സെക്കൻഡേ. എടാ നിങ്ങൾ വന്നടാ മോനെ. ജോക്കി എടാ അലീന അതുകൊണ്ട് വരുമ്പോഴത്തേന് പാട്ട് കറക്റ്റ് റെഡി ആക്കണം കേട്ടാ. ഏതാ അല്ല ആ പാട്ടല്ല വേറെ പാട്ട് നല്ല പാട്ട്. എടാ ഇത് ഒരു വട്ടം ഇട്ടതല്ലേടാ കൊച്ചിയർക്ക. എടാ ജോക്കി എടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞടാ. ജോക്കി എടുത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. ഇവിടോട്ട് എന്റെ അടുത്തോട്ടൊന്ന് വരാൻ പറഞ്ഞേ. എടാ ജോക്കിയോട് എന്റെ അടുത്തോട്ടൊന്ന് വരാൻ പറഞ്ഞു. ജോക്കിയോട് മാത്രം ജോക്കിയോടൊന്ന് വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. ഇപ്പൊ വരാ ചന്ദ്ര വരും. എന്താ വാസു? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്തെന്ന്? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്താ കുട്ടി? സോറി മുകളിലോട്ടൊന്ന് പോകാനായിരുന്നു. സോറി. എന്ത് കൊടുക്കുമെന്ന് ചോദിക്കണ്ടേ? അത് നമ്മളെ വിളിച്ച കണക്കാണോ മേളിലോട്ട് വരാനും കൂടെ? അല്ലല്ലോ. അപ്പം സ്ത്രീധനത്തിന്റെ കാര്യം കണ്ടിട്ട് അത്യാവശ്യം കുടുംബപരമൊക്കെ ഉള്ള കേട്ടോ. മനസ്സിലായോ? ഹലോ അല്ലല്ല എന്ത് സ്ത്രീധനം വേണ്ടേ? സ്ത്രീധനം വേണ്ടെങ്കിൽ സ്ത്രീധനം വേണ്ട. പക്ഷെ നമ്മുടെ ചെറുക്കനെ ഇങ്ങോട്ട് കൊടുക്കൂല്ലേ? അതും നമ്മുടെ ഒരു മറ്റേ താനോസിന്റെ കയ്യിരിക്കുന്ന ഒരു വജ്രം പോലത്തെ ഒരു ചെറുക്കനല്ലേ നമുക്ക് അവർക്ക് കൊടുക്കുന്നത്. സ്ത്രീധനം വേണം. വേണ്ടേ? അപ്പനെ വിളിച്ച് മാത്രം സംസാരിക്കാവേ. ഇത് ഞങ്ങള് മറ്റേ ഡൗറി പ്രൊമോട്ട് ചെയ്യുക അങ്ങനൊന്നും തോന്നരുത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ എടുക്കണേ. ആ സെൻസിൽ എടുക്കണേ ദയവ് ചെയ്ത്. ഇതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നിക്കല്ലേ ദയവ് ചെയ്ത് പ്ലീസ്. ചന്ദ്രൻ ഡാഡി വിളിക്കുന്നുണ്ട്. ഡാഡി വിളിക്കുന്നു ചന്ദ്രൻ. ചന്ദ്രമോനൊന്ന് വന്നേ. കുഞ്ഞിനോടല്ലേ തന്നെ സംസാരിക്കുന്നത്? ഇവരെ നാട്ടിൽ അതായിരിക്കും. എങ്ങനെ കൊണ്ടുപോകും. എടാ വാസു ഇവർക്ക് അറിയത്തില്ലല്ലോ. ബ്രെയിൻ വാഷ് ചെയ്യാൻ പോലും ബുദ്ധിയില്ല. അതെ അതെ നമ്മുടെ വീട്ടില് 2 ആന ഉണ്ടായിരുന്നു. 2നെയും പറക്കി വിട്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഓ അത് കുഴപ്പമില്ല. ഞങ്ങൾ ആനെ കാണാനല്ലോ പെണ്ണിനെ കാണാനല്ലേ വന്നത്. എലിമോളെ നമുക്കപ്പം ബാക്കി കാര്യങ്ങളിലോട്ടും കടന്നാലോ? നമുക്ക് പെണ്ണിനെ വിളിക്കാം. ചന്ദ്ര ഇരിക്കൂ. ചന്ദ്ര ഞാൻ പെണ്ണിനെ വിളിച്ചാലോ? ഡാഡി ഡാഡി ഇരുന്നോളൂ. ഡാഡി ഇരിക്കുന്ന സ്ഥലത്ത് ഡാഡി ഇരുന്നില്ലെങ്കിൽ മുച്ചിറ് കയറി. മുച്ചിരി ഒന്ന് പോടാ അപ്പുറത്ത്. കാട്ടിന്നുണ്ട് തത്തമ്മ എലി സങ്കരം വെട്ടാവളിയൻ 2 എലി.
നമ്മുടെ ആൾക്കാര് നമ്മുടെ മനുഷ്യന്മാര് തന്നെ. ഇല്ല അത് കാണാൻ സ്റ്റാൻഡേർഡ് ഉണ്ട് സ്റ്റാൻഡേർഡ്. മോള് വന്നു ജോക്കി. നിന്റെ പിന്നില് മോള് വരെ എവിടെ മോനെ ഡാഡി ഏത് ഡൈ? ഒരു എന്താ ജോക്കി? എന്നോട് ആ ഒന്നുമല്ല. അല്ലേട്ടാ എല്ലാരും ഒന്ന് കുറച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാരും സൈലന്റ് ആയടാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാരും സൈലന്റ് ആയി. ഇവർക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ സ്പോട്ടിഫൈയിൽ. തട്ടി മോനെ ചെറുക്കനോട് താങ്ക്സ്. ഇത് ബാക്കി എല്ലാവർക്കും കൊടുത്തു. ആദ്യം ജേസൺ കൊടുത്തു. അതെ എടുത്തെടുത്ത് എനിക്കണ്ട ഇരുന്നോളൂ. അലീന കുളിച്ചിട്ട് തോർത്ത് മാറ്റിയില്ലേ തലേന്ന്? അച്ഛന് വേണ്ട മക്കൾ ബാക്കി എല്ലാവർക്കും. ഓ എന്റെ ചെവിക്കകത്തോട്ട് ഊതിത്താടാ പാട്ട്. പാട്ടിടാൻ പറഞ്ഞപ്പോ ചെവിക്കകത്തോട്ട് ഊതണം. എല്ലാവർക്കും കൊടുക്കണം. തണുത്ത് ഞാൻ തരാടാ നിനക്ക്. മധുരം വലിച്ച് വലിച്ച് വലിച്ചങ്ങ് കുടിക്കും. ചടങ്ങനുസരിച്ച് നമ്മളല്ലല്ലോ കെട്ടുന്നേ. ആദ്യം ചന്ദ്രപ്പൂർ ചെറുക്കന് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കാം. മാറി കല്യാണം കഴിഞ്ഞിട്ടില്ല മോനെ. ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് മോനെ. അതിപ്പോഴും അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. മനസ്സിലായി? എവിടുന്നാ വെടി പൊട്ടിയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ നിങ്ങൾ ആദ്യം സംസാരിക്കും. വേഗം പറഞ്ഞേ. 5 മിനിറ്റ് ആണ്. വേഗം പറഞ്ഞേ. ചെറുക്കന് പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാരണവന്മാർക്കൊന്നും സംസാരിക്കാം. സംസാരിക്കണ്ടേ? നിങ്ങൾ അങ്ങോട്ട് വരണ്ട. നിങ്ങള് കാരണവന്മാരെ സംസാരിച്ചിട്ട് കാരണവർ വന്നു. കസിൻസായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓ കസിൻസ് ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ചു. ഡാഡി എവിടെയാണ് നമുക്ക് സംസാരിക്കുന്നത്? നമുക്ക് പുറത്തിറങ്ങിയ നെയ്മർ അല്ലേ നമ്മുടെ കൂടെ വരുന്നേ? നമുക്ക് ഓരോരുത്തരും സംസാരിക്കാം. ഓരോരുത്തരോട് സംസാരിക്കാം. ഓരോരുത്തരല്ല മോളെ. ഭയങ്കര മലയാളം പണ്ഡിതനാണല്ലേ? മലയാളം അല്ലേ നമ്മുടെ മെയിൻ. തുക്കട വണ്ടിയൊക്കെ എനിക്കറിയത്തില്ല മോനെ. ഇവിടെ കൊണ്ടിട്ടേക്കണേ. എല്ലായിടത്തും വലിയ കയറി വന്നോളൂ. 2.5 ഏക്കറാണ്. 2.5 ഏക്കർ ചുറ്റും. സ്ഥലക്കച്ചവടം ഉണ്ട് ഇന്നിവിടെ കല്യാണത്തിന്റെ കൂടെ. കുറെ നേരമായിട്ട് പുള്ളിക്കാരി ഈ സ്ഥലം, വണ്ടി, ആന എന്നൊക്കെ പറയുന്നു. മോളെ അത് പറയണം. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. ഇതാരാണ് കൂടെ വരുന്നത്? ഈ പുള്ളി ഡാഡി എന്താണ് ഇത്? ഞാനല്ല ഇത്. ഡാഡി പറഞ്ഞോ. കുഴപ്പമില്ല. കുറച്ച് മുമ്പ് എനിക്ക് പറഞ്ഞു. ഇതാരായി പുള്ളി? ഇത് ഓ സാബ്. ഇത് എന്താണിത്? റിഫ്രഷ് സ്ക്രീൻ അടിച്ചാൽ മതി. അപ്പം ജോക്കി, എന്താണ് നമ്മുടെ ഭാവി കാര്യങ്ങള്? നമ്മളല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. അതല്ലെന്നേ, നമ്മുടെ പിള്ളേരെ കാര്യം ഉറപ്പിക്കാനല്ലേ ഇവിടെ വന്നത്. അങ്ങനെ അപ്പം അവര് കണ്ട് സംസാരിച്ചാൽ മാത്രം പോരല്ലോ. നമ്മള് കാരണവരായിട്ടിരുന്ന് സംസാരിക്കണ്ടേ? നമ്മള് ചന്ദ്രന്റെ കാര്യം അറിയാലോ. തങ്കപ്പെട്ട ഒരു ചെറുക്കനാ. നമ്മുടെ കുടുംബത്തിലെ പറയുവാണെങ്കിൽ എന്റെ പൊന്നു ഡാഡി, കുടുംബത്തിലെ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ താനോസിന്റെ കൈ അറിയാവോ? താനോസിന്റെ കൈ. താനോസിന്റെ കൈ. അങ്ങനെ താനോസിന്റെ കൈക്കകത്തൊരു 4-5 കല്ലുകളുണ്ട്. കല്ലുകൾ. അതില് ഞാൻ ഒരു കല്ല്, കല്ലില്ല, ഞാനാണ് കൈ. മനസ്സിലായോ? അതിനകത്ത് 4-5 കല്ലാണ് ഇവന്മാരൊക്കെ.
അപ്പൊ അതിലൊരു കല്ലാണ് നമ്മൾ ഈ കുടുംബത്തിലോട്ട് തരുന്നത്, മനസ്സിലായോ? സത്യം 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 സത്യം. അപ്പം അവനൊരു കല്ലാണെന്നാണ് പറയുന്നത്. ആ കല്ല് കടിക്കുവോ ജോക്കി? കല്ല് കടിക്കുമോ നിങ്ങളുടെ നാട്ടിലൊക്കെ? നിങ്ങളുടെ നാട്ടിൽ കല്ലൊക്കെ കടിക്കും. ഇതൊക്കെ എന്തൊക്കെ പെണ്ണുമ്പിള്ളക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഡാഡി സ്കൂളൊന്നും. അത്രയും വാല്യുബിൾ ആണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ മുതുക്കിലിറങ്ങി ഒന്ന് അന്വേഷിച്ചറിയാം എന്ത് തങ്കപ്പെട്ട ചെറുക്കനാണ് നമ്മുടെ ചന്ദ്രബോസ്. ഞാൻ വന്നപ്പോഴേ അവനെ പറ്റി കേട്ടു. PDക്കാർക്ക് നല്ല അഭിപ്രായം, മറ്റ് ഗ്യാങ്സുകൾക്ക് നല്ല അഭിപ്രായം. നമ്മുടെ ഏറ്റവും ശത്രുതയായിട്ടുള്ള ഗ്യാങ് TG ആയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കുറെ നാളായിട്ട് അടി വഴക്കും. അവരോട് അന്വേഷിച്ചാൽ പോലും ചന്ദ്രൻ ഒരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നേ പറയുള്ളൂ. ഒരുപാട് കേട്ടിരിക്കണം, ഒരുപാട് കേട്ടിരിക്കണം. നല്ലൊരു മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞിനെ വേണമെങ്കിൽ അവൻ ഉപേക്ഷിക്കായിരുന്നു. അവൻ എന്ത് കൂളായിട്ട് അത് ഇതാക്കിയത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ല, നമ്മൾ എന്തിനാണ് ഈ മുഖത്തുനിന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് പറയുന്നത്? അതായത് ജോക്കി, ഈ പെണ്ണുകളിന് മുമ്പ് ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. ഇത് അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അറിയണ്ടേ. അപ്പൊ അവരുടെ മനസ്സിലിരിക്കുന്ന ചേട്ടൻ നിൽക്കുമ്പോ മനിയം കിട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവന്. അത് കുഴപ്പമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കാൻ വലിയ താല്പര്യമില്ല. അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ കെട്ടിയാൽ മതി, കുഴപ്പമില്ല. ജോക്കി, അവർക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പ്രിപ്പയർ ആവാൻ. വാസു മറ്റേത് ഇത് മറ്റേത് ഞാൻ പറയണത് ഡാഡി എന്ന് പറഞ്ഞാൽ ഇപ്പഴേ ഡാഡി ഇവർക്കൊക്കെ ഈ പിള്ളേരുടെയൊക്കെ മൈൻഡ് സെറ്റ് എപ്പോഴും മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഡാഡി. എന്റെ പൊന്നു ഡാഡി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഇങ്ങനെ ആയിരുന്നു. കെട്ടണമെന്നും പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് കെട്ടാൻ വന്ന് ഇത്രയും നാള് ഡിലേ ആയി. പുള്ളിക്ക് ഇവർക്ക് പരിചയപ്പെടണം, ഇവർക്ക് മറ്റേ ഇടപഴകണം എന്നൊക്കെ പറഞ്ഞ് ഇടപഴകി കല്യാണം ആയപ്പോഴത്തേക്ക് മൂന്നാമത്തെ പറയാൻ രണ്ടാമത്തെ മാസമായിരുന്നു അമ്മൂമ്മ. മനസ്സിലായോ? ഇതൊന്നും നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങളെപ്പോലത്തെ ഒരു നല്ല കുടുംബത്തിന് പറ്റിയതല്ല. നാളെ മുതുക്കിലിറങ്ങി ഓരോരുത്തർ സംസാരിച്ച് അത് പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തുക. ഞാൻ അവരുടെ സംസാരിച്ചു, ഉള്ള പ്രോഡക്റ്റിന്റെ കൂടെ എക്സ്ട്രാ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് കെട്ടിയ കൂടെ. ബോൺവിറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെന്നീസ് ബോൾ കണക്കാണ് നമ്മളിത് റെഫർ ചെയ്യുന്നത്. അവന്റെ തന്നെ ആണോന്ന് ഡൗട്ട് ഉണ്ടല്ലോ. തിരുത്താൻ പറ്റത്തില്ലല്ലോ ബ്രോ, നീ വളർന്ന സാഹചര്യം അതാ. അത് എന്താണ് സംസാരിക്കാൻ മറ്റേ നമ്മുടെ കല്ലാണ് അങ്ങോട്ട് തരുന്നേ, കല്ല് അങ്ങോട്ട് തരുവാണ്. അപ്പം നിങ്ങള് തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസു അത് നമ്മള് എന്ത് തരും എന്ന് വെച്ചാ നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു കല്ല് ഇങ്ങോട്ട് തരുവാണെങ്കിൽ നമ്മളൊരു തങ്ക കട്ടിയാണ് അങ്ങോട്ട് തരുന്നത്. ഇതെന്താണ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരല്ലേ, കാരണം വരെ സംസാരിക്കുന്നതോട് വരല്ലേ പ്ലീസ്. എനിക്കൊരു കാര്യം പറയണ്ടേ? എന്തായിരുന്നു നമ്മളങ്ങോട്ട് തങ്ക കട്ടി കൊടുക്കുന്നില്ലേ? അടുത്ത പ്രശ്നം എന്താണ്? ഡാഡിയോട് സംസാരിക്കും ജോക്കി, ഡാഡിയോട് സംസാരിക്കും. ഡാഡി അടുത്തൊന്നും വരില്ലേ? ഡൗറിയുടെ കാര്യമല്ല പറഞ്ഞായിരുന്നോ? ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു 2500 പ്രതീക്ഷിക്കുന്ന. നിനക്ക് എത്ര വേണം? എനിക്ക് 2000, 1500 എടുത്തോ. പിന്നെ ഇതുപോലെ ഒരു വലിയൊരു ബാധ്യതയുടെ തല ചുമക്ക, അതിൻ്റെതായിട്ടുള്ളൊരു ഇത് വേണമല്ലോ നമുക്ക്. ശരിയാ. പിന്നെ 2500 കോടി എന്താ അങ്ങനെ ഉണ്ടാവും? പിന്നെ പുത്തു പോലെ ഉണ്ടാക്കും. ഞാൻ ചെറുക്കൻ്റെ തന്നെ കാണും ഒരു 10,000 കോടി കഴിവറവൻ നിൽക്കുന്നുണ്ടല്ലേ കള്ളന്റെ പോയി. ഇമേജിന് കോട്ടുന്നിട്ട് പ്രശ്നം. ഡാഡി ഒന്ന് വരുമോ? ഡാഡി ഡാഡി നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മള് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തണമല്ലോ. അപ്പൊ അവരെ ഒന്ന് സെറ്റിൽ ആക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു നമുക്ക് 2,500 കോടിക്കകത്ത് എല്ലാം നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് എന്റെ. കല്യാണത്തിന്റെ ഭാഗമായിട്ട് എക്സ്പെൻസ് ആണ് ഇത്, മനസ്സിലായി? 2,500 കോടിയോ? ഞാൻ പറയുന്നത് അങ്കിള്, ഞാൻ പറയുന്നത് പറഞ്ഞാല് നമുക്ക് അവർക്ക് താമസിക്കാൻ ഒരു വീടും കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം നമ്മളെ കുട്ടിയല്ലേ. അതെ എല്ലാം കൂടെ നമുക്കൊരു ഇതൊരു നാട്ടു നടപ്പിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു 2,500 കോടിക്കകത്ത് ഒതുക്കാവത്. അതെ, ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവല്ലേ?
ഒരു 100 കോടികൾക്ക് തുല്യമാണ് അവള്. അവൾക്ക് എന്തിനാണ് കല്യാണത്തിന് നമ്മള് 100 കോടിയല്ലല്ലോ നമുക്ക് അങ്ങനെയാണെങ്കിൽ 100 കോടി പെണ്ണിന്റെ ഇത് കുറച്ചിട്ട് ബാക്കി 2400 2500 കൊണ്ടാ മതി. 400 തന്നാ മതി. 100 കോടി പെണ്ണിന്റെ അത് പുള്ളിക്കാരി അത് കുറച്ച് debit ആക്കി, debit ആക്കി. അത് മൈനസ് ചെയ്തിട്ട് ബാക്കി 2400. കുടുംബക്കാരല്ലേ നമ്മള്? നിങ്ങൾ എങ്ങനെയാണ് ഈ എന്റെ പൊന്ന് ജോണി അല്ല എന്താ ബ്രാഡിയുടെ പേര്? കുട്ടി ഞാൻ ഈ അലീനയുടെ അച്ഛനോട് സംസാരിക്കുകയാണ്. പ്ലീസ് അതിൽ ഇന്റർഫിയർ ചെയ്യല്ലേ. കുടുംബക്കാർ സംസാരിക്കും. ഒരു മിനിറ്റ് എലിമോളൊന്ന് വന്നേ. ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ, വാസു ഇങ്ങോട്ട് വന്നേ. താങ്ക് യു നിന്റെ സീൻ. എടി ചന്ദ്രന് സീനൊന്നും ഇല്ലല്ലോ. അവൻ എന്തിനു പറയാൻ വന്നേ? അവൻ എന്തു പറഞ്ഞേ? ചന്ദ്രൻ പറഞ്ഞത് 2500 കോടി എണ്ണി വാങ്ങിക്കണമെന്നാ പറയാൻ വന്നേ. അവനെ പോയത് അവൻ ആരാ പറഞ്ഞ ബുദ്ധിയില്ലാന്ന്. ഈ എലി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. തങ്കക്കട്ടിയാണ്. എന്തു തങ്കക്കട്ടി? തങ്കക്കട്ടി നമ്മളെ താനോസിന്റെ കൈ വരെ ആക്കി അവനെ. തങ്കക്കട്ടി ഇവനൊക്കെ ഒരു മൂത്രത്തിക്കല്ലിന്റെ വിലയെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മൾ അത്ര ആക്കി വെച്ചേക്കുവാ. അതിനും കുടുംബക്കാര് അല്ല, ഈ കുടുംബക്കാര്